കാട്ടകാമ്പാൽ ശ്രീ ഭഗവതി ക്ഷേത്ര മഹോത്സവം നാളെ. കാളി താരികന്മാരായി ഇത്തവണയും ജയശങ്കറും മണികണ്ഠനും. കേന്ദ്ര പദ്ധതികൾ നടപ്പാക്കുന്നില്ലെന്ന് ആരോപിച്ച് BJP പ്രവർത്തകർ കുന്നംകുളം ICICI ബാങ്ക് ഉപരോധിച്ചു. പുതുശ്ശേരി മദ്യവിരുദ്ധ സമിതിയുടെ വേനൽ കൂടാരം ക്യാമ്പിന് സമാപനം. ചൊവ്വന്നൂർ കൃഷിഭവന്റെ കീഴിൽ കൃഷിമിത്ര എന്ന പേരിൽ സ്റ്റെപ്പ് ഹയറിംഗ് സെന്റർ ആരംഭിച്ചു. സീസോൺ കലാമത്സരത്തിലെ നാടകത്തിലെ മികച്ച നടിക്കുള്ള അവാർഡ് കാട്ടകാമ്പാൽ സ്വദേശിനിക്ക്. കുന്നംകുളം NSS കരയോഗത്തിന്റെ നേതൃത്വത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് ബദനി ഇംഗ്ലീഷ് മീഡിയം ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടത്തുമെന്ന് ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ അറിയിച്ചു. വാർത്തകൾ വിശദമായി. പ്രസിദ്ധമായ കാട്ടകാമ്പാൽ ശ്രീ ഭഗവതി ക്ഷേത്ര മഹോത്സവം നാളെ രാവിലെ വിശേഷാൽ പൂജകളോടെ പൂരത്തിന് തുടക്കമാകും. ഉച്ചയ്ക്ക് 1 മണിയോടെ ദേശപൂരങ്ങൾ ആരംഭിക്കും. കേരളത്തിലെ തലയെടുപ്പുള്ള ഗജവീരന്മാർ പൂരാഘോഷത്തിന് എത്തിച്ചേരും. ഏകദേശം 35ഓളം ആനകൾ പൂരത്തിൽ പങ്കെടുക്കും. 5 മണിയോടെ ദേശപൂരങ്ങൾ ക്ഷേത്രത്തിലെത്തുകയും കിഴക്ക് ഭാഗത്ത് നിരക്കുകയും ചെയ്യും. ശേഷം തൃപ്രയാർ അനിയന്മാരുടെ നേതൃത്വത്തിൽ ദേവസ്വം പൂരം എഴുന്നള്ളിക്കും. അക്കിക്കാവ് കാർത്തികേയൻ ഭഗവതിയുടെ തിടമ്പേറ്റും. കൂട്ടിയെഴുന്നള്ളിപ്പ് ആരംഭിക്കുന്നതോടെ കാളിദാരികന്മാർ കിഴക്ക് ഭാഗത്ത് നിരന്നു നിൽക്കുന്ന ഗജവീരന്മാർക്ക് മുന്നിലെത്തും. കാളിദാരിക സംവാദത്തോടെ പകൽ പൂരം സമാപിക്കും. രാത്രി വീണ്ടും പൂരം ചടങ്ങുകൾ ആരംഭിച്ച് പുലർച്ചെ കാളിദാരിക സംവാദത്തിന് ശേഷം കാളിദാരികനെ വധിക്കുന്നതോടെ ഈ വർഷത്തെ കാട്ടകാമ്പാൽ പൂരത്തിന് സമാപനമാകും. കാട്ടകാമ്പാൽ പൂരത്തോടനുബന്ധിച്ച് പോലീസ് സുരക്ഷ ശക്തമാക്കി. 150ഓളം പോലീസുകാരെ പ്രത്യേകം പൂരത്തിനായി നിയോഗിച്ചിട്ടുണ്ട്. രാഷ്ട്രീയ പാർട്ടികളുടെ തോരണങ്ങളോ അലങ്കാരങ്ങളോ പാടില്ലെന്ന് പോലീസ് ദേശ കമ്മിറ്റികളുടെ സംയുക്ത യോഗത്തിൽ തീരുമാനമെടുത്തു. കാട്ടകാമ്പാൽ പൂര മഹോത്സവം നൈസ് TVയിൽ തത്സമയ സംപ്രേഷണം ഉണ്ടായിരിക്കുന്നതാണ്. കാളിദാരികന്മാരായി ഇത്തവണയും ജയശങ്കറും മണികണ്ഠനും. കാട്ടകാമ്പാൽ ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ പൂരത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് കാളിദാരിക സംവാദം. കാളിദാരിക സംവാദം നടക്കുന്ന കേരളത്തിലെ തന്നെ പ്രധാന ക്ഷേത്രമാണ് ഇത്. വർഷങ്ങളോളമായി കാളിദാരിക വേഷങ്ങൾ കെട്ടുന്നത് കാട്ടകാമ്പാൽ കാവുങ്ങൽ കല്ലാറ്റ് വീട്ടിൽ ജയശങ്കറും മണികണ്ഠനുമാണ്. കാളിദാരിക വേഷങ്ങൾ കെട്ടുന്നതിന്റെ ഭാഗമായി ദിവസങ്ങൾ നീണ്ട വ്രതാനുഷ്ഠാനം എടുക്കാറുണ്ട്. പരമ്പരാഗതമായ ഒരു ചടങ്ങായിട്ടാണ് ഇത് തുടരുന്നത്. പ്രശസ്തമായ കാട്ടകാമ്പാൽ പൂരത്തിന് കാളിവേഷം കെട്ടുന്ന ചടങ്ങ് ചെയ്യുന്ന ആളാണ്. വ്രതം കഴിഞ്ഞ് അന്ന് വൈകുന്നേരം ഇതിൻ്റെ അവകാശിയുണ്ട്. അവർ ഒന്ന് ദീക്ഷ എടുക്കുക പറഞ്ഞ ചടങ്ങ്. ദീക്ഷ എടുക്കുക പറഞ്ഞാൽ നമ്മുടെ കുടുംബത്തിലെ ആയിട്ടുള്ള ബന്ധം ആ 2 ദിവസത്തിന് വിച്ഛേദിക്കുക എന്നാണ് പറയുന്നത്. 5 വർഷത്തോളം തുടർച്ചയായിട്ട് വഴിപാടുകാരികൻ വേഷം ചെയ്യുന്നതാണ്. ഇപ്പോൾ കഴിഞ്ഞ കൊല്ലം പ്രധാന ദാരികൻ്റെ കുടദാരികൻ അവസരം ലഭിച്ചത്. 2ാമത്തെ വർഷമാണ്. ഇവിടെ ചടങ്ങുകൾ എന്ന് പറയുമ്പോൾ തലേദിവസം ചെറിയ ദാരികന്മാരും കുടദാരികനും ആയി ഭദ്രകാളിയോട് യുദ്ധം ചെയ്യാന്നുള്ള ഒരു സങ്കല്പത്തിൽ വായ്പവരൊക്കെയാണ്. കേന്ദ്ര പദ്ധതികൾ നടപ്പാക്കുന്നില്ലെന്ന് ആരോപിച്ച് BJP പ്രവർത്തകർ കുന്നംകുളം ICICI ബാങ്ക് ഉപരോധിച്ചു. പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതി ഉൾപ്പെടെ കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികൾ അട്ടിമറിക്കുന്നുവെന്ന് ആരോപിച്ച് ICICI ബാങ്ക് കുന്നംകുളം ശാഖ BJP യുവമോർച്ച പ്രവർത്തകർ ഉപരോധിച്ചു. മറ്റെല്ലാ ബാങ്കുകളും ദേശീയ പദ്ധതികൾക്ക് അനുകൂല നിലപാടുകൾ സ്വീകരിക്കുമ്പോൾ ICICI ബാങ്ക് മാത്രം മുഖം തിരിച്ചു നിന്ന് അപേക്ഷകരോട് അപമര്യാദയായി പെരുമാറുന്നതായി BJP കുറ്റപ്പെടുത്തി. BJP നിയോജകമണ്ഡലം പ്രസിഡന്റ് KS രാജേഷ്, സുഭാഷ് പാക്കത്ത് തുടങ്ങിയവർ പ്രസംഗിച്ചു. ആൾക്ക് മാത്രമാണ് വെറും 50,000 രൂപ നൽകിയിരിക്കുന്നത്. അതും ഈ ബാങ്ക് മാനേജറുടെ അമ്മായിയുടെ മകന് മാത്രമാണ് ഒരു 50,000 രൂപ ലോൺ കൊടുക്കാൻ ഇവിടെ തയ്യാറായിട്ടുള്ളത്. അതുപോലെ തന്നെ 2021 വർഷത്തോട് കൂടിയിട്ട് ഭാരതത്തിലെ ഭവനരഹിതരായിട്ടുള്ള മുഴുവൻ ആളുകൾക്കും വീട് നൽകുന്നതിന് വേണ്ടി നൽകുന്ന പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതി അതും ഇവിടെ നടപ്പിലാക്കുന്നില്ല. പുതുശ്ശേരി മദ്യവിരുദ്ധ സമിതിയുടെ വേനൽ കൂടാരം ക്യാമ്പിന് സമാപനം. പുതുശ്ശേരി മദ്യവിരുദ്ധ സമിതിയുടെ ആഭിമുഖ്യത്തിൽ നടന്നു വന്നിരുന്ന വേനൽ കൂടാരം എന്ന അവധിക്കാല ക്യാമ്പ് സമാപിച്ചു.
മെയ് 2, 3, 4 തീയതികളിലായി 3 ദിവസമാണ് ക്യാമ്പ് നടന്നത്. പുതുശ്ശേരി സെന്റ് ഫ്രാൻസിസ് LP സ്കൂളിൽ വെച്ച് നടന്നു വന്നിരുന്ന ക്യാമ്പ് രാവിലെ 9 മണി മുതൽ 4 മണി വരെയായിരുന്നു. ഇന്ന് നടന്ന ക്ലാസ് റൂം തിയേറ്റർ എന്ന പ്രോഗ്രാം തൃശൂർ സ്കൂൾ ഓഫ് ഡ്രാമയിലെ ശ്രീ ബിനേഷ് കൃഷ്ണൻ നയിച്ചു. മെയ് 2 ചൊവ്വാഴ്ച വേനൽ കൂടാരത്തിന്റെ ഉദ്ഘാടനം തൃശൂർ ചേതന മ്യൂസിക് സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ ഡോക്ടർ പോൾ പൂവത്തിങ്കൽ നിർവഹിച്ചു. ചൊവ്വന്നൂർ കൃഷിഭവന്റെ കീഴിൽ കൃഷിമിത്ര എന്ന പേരിൽ സ്റ്റെം ഹയറിംഗ് സെന്റർ ആരംഭിച്ചു. ചൊവ്വന്നൂർ കൃഷിഭവന്റെ കീഴിൽ ശ്രീ സുബ്രഹ്മണ്യൻ M. മാർക്കാട്ട് ഹൗസ് എന്നയാൾ സബ്മിഷൻ ഓൺ അഗ്രികൾച്ചറൽ മെക്കനൈസേഷൻ എന്ന പദ്ധതി പ്രകാരം കൃഷിമിത്ര എന്ന പേരിൽ ഒരു സ്റ്റെം ഹയറിംഗ് സെന്റർ ആരംഭിച്ചു. ട്രാക്ടർ, ടില്ലർ, ബെയിലർ, ലെവലർ തുടങ്ങിയ മെഷീനറികൾ ഗവൺമെന്റിന്റെ 40% സബ്സിഡിയോടെ അദ്ദേഹത്തിന് അനുവദിച്ചു. കർഷകർക്ക് ഉപയോഗപ്രദമാകുന്ന വിധത്തിലുള്ള പുതിയ സംരംഭമാണ് കൃഷിമിത്രയെന്ന് ചടങ്ങിന്റെ ഉദ്ഘാടനത്തിൽ ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ KK സതീശൻ പറഞ്ഞു. ഇത്തരം പരിപാടികൾ ആദ്യമായിട്ടാണ് ഇപ്പോൾ കൃഷി ഓഫീസർ നേരത്തെ തന്നെ പറഞ്ഞു. നമ്മുടെ ജില്ലയ്ക്കകത്ത് തന്നെ ആദ്യമായിട്ടാണ് നമ്മൾ ഇതൊരു കാർഷിക മേഖലയ്ക്ക് ആവശ്യമായ കാർഷിക ഉപകരണങ്ങൾ വാടകയ്ക്ക് നൽകുന്ന ഒരു സ്ഥാപനം ഒരു പ്രൈവറ്റ് വ്യക്തി ആരംഭിക്കും. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. മൂലേപ്പ ടെക്സ്റ്റൈൽസ് വൺവേ ജംഗ്ഷൻ പഴഞ്ഞി. 6 പതിറ്റാണ്ട് പ്രവർത്തന പാരമ്പര്യമുള്ള മൂലേപ്പ ടെക്സ്റ്റൈൽസിൽ ലേഡീസ്, ജെന്റ്സ്, കിഡ്സ് എന്നിവർക്കായുള്ള തുണിത്തരങ്ങളുടെ വിപുലമായ ശേഖരം ഒരുക്കിയിരിക്കുന്നു. ക്യാപ് ടോപ്പ്, വെൽവെറ്റ് ഫ്രോക്സ്, ഗൗൺ ഫ്രോക്സ്, പാൻ അമേരിക്ക, MCR, രാംരാജ്, ഏഞ്ചൽ ഫോം എന്നീ കമ്പനികളുടെ തുണിത്തരങ്ങളും ലഭ്യമാണ്. മൂലേപ്പ ടെക്സ്റ്റൈൽസ് വൺവേ ജംഗ്ഷൻ പഴഞ്ഞി. എല്ലാവിധ ഫർണിച്ചറുകളുടെയും ഗൃഹോപകരണങ്ങളുടെയും വിപുലമായ ശേഖരത്തോടുകൂടി ചീരൻസ് ഫർണിച്ചർ ആൻഡ് ഹോം അപ്ലയൻസസ് എന്ന സ്ഥാപനം പഴഞ്ഞി അടയ്ക്ക മാർക്കറ്റിന് സമീപം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. വെറും 20 ആഴ്ച കൊണ്ട് നിങ്ങൾക്കിഷ്ടപ്പെട്ട ഫർണിച്ചർ സാധനങ്ങൾ സ്വന്തമാക്കുവാൻ ഒരു സുവർണാവസരം. ചീരൻസ് ഫർണിച്ചർ ആൻഡ് ഹോം അപ്ലയൻസസ്, മെയിൻ റോഡ്, പഴഞ്ഞി. ഫോൺ 94 95 33 13 22, 94 97 88 72 49. ജോലിയിൽ എത്ര ടെൻഷൻ ഉണ്ടെങ്കിലും ശരി, മൈൻഡ് റിലാക്സ് ആയിരിക്കുന്നതിന് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നത് റോജാപ്പാക്ക് മാത്രമാണ്. റോജാപ്പാക്കിന്റെ മണവും രുചിയും നമ്മൾ എവിടെയായിരുന്നാലും മാടി വിളിക്കുമെന്നേ. ചേട്ടാ, റോജാപ്പാക്ക് ശരിക്കും അടിപൊളി തന്നെ. എല്ലാവർക്കും ഇഷ്ടം റോജാപ്പാക്ക്. സൂപ്പറാണ് കേട്ടോ. റോജാപ്പാക്ക് മാനുഫാക്ചറിംഗ് ഓഫീസ്, NVKM & Sons, ഡിണ്ടിഗൽ. സോൺ ഡിസ്ട്രിബ്യൂട്ടർ റോജ ഏജൻസീസ്, കുന്നംകുളം. ഫോൺ 9446 145776, 9446 145778.
വാർത്തകൾ തുടരുന്നു. സീസൺ കലാമത്സരത്തിലെ നാടകത്തിലെ മികച്ച നടിക്കുള്ള അവാർഡ് കാട്ടകമ്പാൽ സ്വദേശിനിക്ക്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സീസൺ മത്സരത്തിൽ മലയാളം, ഹിന്ദി നാടകങ്ങളിൽ മികച്ച നടിക്കുള്ള അവാർഡ് നേടിയ കാട്ടകമ്പാൽ സായിൽ സ്വദേശിനി അഞ്ജലി മാരാത്തിനെ കുന്നംകുളം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റും ജില്ലാ പഞ്ചായത്ത് അംഗവുമായ ശ്രീ കെ ജയശങ്കർ അനുമോദിച്ചു. കാട്ടകമ്പാൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന ചടങ്ങിൽ മണ്ഡലം പ്രസിഡന്റും കാട്ടകമ്പാൽ ഗ്രാമപഞ്ചായത്ത് പ്രതിപക്ഷ നേതാവുമായ ശ്രീ MS മണികണ്ഠൻ, ശശീധരൻ കണ്ടംപള്ളി, MA അബ്ദുൾ റഷീദ്, NM റഷീദ്, MM അലി, KV മണികണ്ഠൻ, സ്മിത ഷാജി, NR ദേവരാജൻ, വാസു കാഞ്ഞിരത്തിങ്കൽ, പ്രഭാകരൻ സ്രായിൽ, NA നാരായണൻ, ഭാസ്കരൻ, CC സക്രിയ എന്നിവർ പങ്കെടുത്തു. അവാർഡ് നേടിയതിൽ ഒരുപാട് സന്തോഷമുണ്ടെന്ന് അഞ്ജലിയും കൂടെ അഭിനയിച്ച സഫയും നൈസ് ടിവിയോട് പറഞ്ഞു. ഞാൻ അഞ്ജലി, MCG സ്റ്റുഡൻ്റ് ആണ്. സാഫി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ് സ്റ്റഡി വാഴയൂരാണ് പഠിക്കുന്നത്. അപ്പോൾ രണ്ടാമത്തെ ഇയറാണ് ഡ്രാമയ്ക്ക് സീസണിൽ ചെയ്യണത്. കഴിഞ്ഞ വർഷം ബെസ്റ്റ് ആക്ട്രസ് ആയിരുന്നു. പ്രാവശ്യം ഹിന്ദിയും മലയാളം ചെയ്തു. ഡ്രാമയ്ക്ക് ഇന്റർസോണിക്ക് സെലക്റ്റഡ് ആണ്. ബെസ്റ്റ് ആക്ട്രസ് ആവാനും പറ്റിയിട്ടുണ്ട്. എൻ്റെ പേര് സഫ. ഞാനും സാഫി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ പഠിക്കുന്നത്. MCG സെക്കൻഡ് ഇയർ ആണ്. ഞാൻ ഒരുമിച്ച് 2 വർഷമായിട്ട് തുടർച്ചയായിട്ട് ഡ്രാമ ചെയ്തുകൊണ്ട് വരുന്നവരാണ്. ഇപ്പോൾ സീസണിൽ ഞങ്ങൾ ഡ്രാമയ്ക്ക് ഡ്രാമ പ്ലസ് ഇന്റർസോണിലൂടെയൊക്കെ സെക്ഷൻ കിട്ടിയിട്ടുണ്ട്. അതിൽ സന്തോഷം. പുറത്ത് പോകാൻ പറ്റിയില്ല. അങ്ങനെ വേറെ വല്ലയിടത്തുനിന്നും ഇന്ന് ജയശങ്കറായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതേപോലെ വല്ലതും ഡ്രാമയ്ക്ക് എൻട്രി ഇപ്പോൾ ശരിക്കും കറക്റ്റായിട്ടൊന്നും ഡ്രാമ ചെയ്തിട്ടൊന്നുമില്ല. ഫസ്റ്റ് ടൈം ചെയ്യുന്നത് കഴിഞ്ഞ വർഷമാണ്. അബു വളയങ്കുളാണ് ഫസ്റ്റ് ടൈം ഞങ്ങൾ രണ്ടുപേരെയും ഡ്രാമയ്ക്ക് എൻട്രി ചെയ്തത്. അപ്പോൾ അബുഖാൻ്റെ ഒരു ഗൈഡൻസും കാര്യങ്ങളൊക്കെയാണ് ഇതുവരെ എത്തിച്ചത്. ഇപ്രാവശ്യം നൗഷാദ് സാർ പറഞ്ഞിട്ടുള്ളൊരു സാറും അദ്ദേഹത്തിൻ്റെ സ്ക്രിപ്റ്റിങ്ങിലും പിന്നെ ബഹീഷ് ഖാൻ്റെ ഒരു ഡയറക്ഷനിലാണ് ഞാൻ പ്രാവശ്യം കയറിയത്. ശരിക്കും വലിയൊരു എക്സ്പീരിയൻസ്, നല്ലൊരു എക്സ്പ്ലോഷർ കിട്ടുന്നൊരു വർക്കായിരുന്നു അവരുടെ ഭാഗത്തുണ്ടായിരുന്നത്. പിന്നെ കമൂർ ആർട്ട് കമ്മ്യൂണിറ്റിയുടെ ഭാഗമായിട്ട് വർക്ക് ചെയ്യുന്നതുകൊണ്ടും കുറേ ഡ്രാമയെ കൂടുതൽ അറിയാൻ പറ്റി. അപ്പോൾ ഡ്രാമ ഒരു തമാശക്ക് വേണ്ടി ചെയ്യുന്നതല്ല, ഒരു ആസ് എ റെസിസ്റ്റൻസ് എന്നുള്ള രീതിക്കാണ്, ആർട്ട് എന്നുള്ള രീതിക്ക് കാണുന്നവർ ഞാൻ രണ്ടുപേരും. ഇനിയും ഡ്രാമയായിട്ട് ഒരു കോമ്പറ്റീഷനിൽ മാത്രമല്ല പുറത്തും സ്റ്റേജിൽ ചെയ്യാറുണ്ട്, ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുന്നംകുളം NSS കരയോഗത്തിന്റെ നേതൃത്വത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് ബദനി ഇംഗ്ലീഷ് മീഡിയം ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടത്തുമെന്ന് ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ അറിയിച്ചു. NSS കുന്നംകുളം ടൗൺ കരയോഗത്തിന്റെ നേതൃത്വത്തിൽ മെയ് 7-ന് കുന്നംകുളം ബദനി ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂളിൽ സൗജന്യമായി മെഡിക്കൽ ക്യാമ്പ് നടത്തുമെന്ന് ഭാരവാഹികളായ സെക്രട്ടറി K രാമദാസ്, പ്രസിഡന്റ് G ഗോപാലകൃഷ്ണൻ എന്നിവർ പത്രസമ്മേളനത്തിൽ അറിയിച്ചു. രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 1:30 വരെയാണ് ക്യാമ്പ്. 14 ഡോക്ടർമാർ രോഗികളെ പരിശോധിക്കുന്നതാണ്. വടക്കാഞ്ചേരി താലൂക്കിൽ നിന്നും നമ്മൾക്ക് അറിയിപ്പിന്റെ അനുസരിച്ച് തലപ്പള്ളി താലൂക്ക് കുന്നംകുളം ടൗൺ NSS കരയോഗം നടത്തി വരുന്ന ഒരു സൗജന്യ മെഡിക്കൽ ക്യാമ്പ് ഈ വരുന്ന മെയ് 7 ഞായറാഴ്ച ബദനി ഇംഗ്ലീഷ് മീഡിയത്തിൽ വെച്ച് നമ്മൾ ആ ക്യാമ്പ് സംഘടിപ്പിക്കുകയാണ്. അറിയിപ്പ്. കർഷക തൊഴിലാളി പെൻഷൻ, വാർദ്ധക്യകാല പെൻഷൻ എന്നിവ സംബന്ധിച്ച പരാതി പരിഹാര അദാലത്ത് 19/5/2017 രാവിലെ 11 മണിക്കും വികലാംഗ പെൻഷൻ, 50 വയസ്സിന് മുകളിൽ പ്രായമുള്ള അവിവാഹിത പെൻഷൻ, വിധവ പെൻഷൻ എന്നിവ സംബന്ധിച്ച പരാതി പരിഹാര അദാലത്ത് 20/5/2017 രാവിലെ 11 മണിക്കും പഞ്ചായത്ത് ഓഫീസിൽ വെച്ച് നടത്തുന്നതാണ്. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പദ്ധതിയിൽ അംഗമായി ID നമ്പർ ലഭിച്ചവരും ഒരു തവണയെങ്കിലും പെൻഷൻ ലഭിച്ചവർക്കും മാത്രമേ ഈ അദാലത്തിൽ പങ്കെടുക്കാൻ അർഹതയുള്ളൂ. കൂടാതെ പരാതികൾ സമർപ്പിക്കുന്നവർ പരാതിക്കാരന്റെ പേര്, പെൻഷൻ ID, പെൻഷൻ ഇനം, ആധാർ നമ്പർ അല്ലെങ്കിൽ അംഗീകൃത തിരിച്ചറിയൽ കാർഡിന്റെ പകർപ്പ്, പരാതിയുടെ ചുരുക്കം എന്നിവ ഉൾപ്പെടുത്തേണ്ടതാണ്.
പരാതികൾ 12/5/2017 3 മണി വരെ പഞ്ചായത്ത് ഓഫീസിൽ സ്വീകരിക്കുന്നതാണെന്ന് പഞ്ചായത്ത് സെക്രട്ടറി അറിയിച്ചു. വിപണി അടയ്ക്ക പഴയത് 4400 രൂപ മുതൽ 4650 രൂപ വരെ, പുതിയത് 4533 രൂപ മുതൽ 4730 രൂപ വരെ, രണ്ടാം തരം 3150 രൂപ മുതൽ 3500 രൂപ വരെ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രസിദ്ധമായ കാട്ടകാമ്പാൽ ശ്രീ ഭഗവതി ക്ഷേത്ര മഹോത്സവം നാളെ. കാളി താരികന്മാരായി ഇത്തവണയും ജയശങ്കറും മണികണ്ഠനും. കേന്ദ്ര പദ്ധതികൾ നടപ്പാക്കുന്നില്ലെന്ന് ആരോപിച്ച് BJP പ്രവർത്തകർ കുന്നംകുളം ICICI ബാങ്ക് ഉപരോധിച്ചു. പുതുശ്ശേരി മദ്യവിരുദ്ധ സമിതിയുടെ വേനൽ കൂടാരം ക്യാമ്പിന് സമാപനം. ചൊവ്വന്നൂർ കൃഷിഭവന്റെ കീഴിൽ കൃഷിമിത്ര എന്ന പേരിൽ സ്റ്റെം ഹയറിംഗ് സെന്റർ ആരംഭിച്ചു. സീസോൺ കലാമത്സരത്തിലെ നാടകത്തിലെ മികച്ച നടിക്കുള്ള അവാർഡ് കാട്ടകാമ്പാൽ സ്വദേശിനിക്ക്. കുന്നംകുളം NSS കരയോഗത്തിന്റെ നേതൃത്വത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് ബദനി ഇംഗ്ലീഷ് മീഡിയം ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടത്തുമെന്ന് ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ അറിയിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നന്ദി.